ഗുഡ് മോർണിംഗ്. ദേ എല്ലാവരും ഉണ്ട് കേട്ടോ അടുക്കളയിൽ. ഞാനുണ്ട്, അനീഷേട്ടനുണ്ട്, അമ്മച്ചിയുണ്ട്, എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഇന്ന് അടുക്കളയിൽ ബഹളം. അപ്പോൾ രാവിലെ തന്നെ 2 ചായ കുടിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ ഓർത്തിട്ട് വർക്കും കാര്യങ്ങളൊക്കെ മിക്കുസ് എഴുന്നേറ്റ് വന്ന പാടെ വന്നിങ്ങനെ ഇരിപ്പുണ്ട് കേട്ടോ, വിശേഷമൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ രാവിലെ തന്നെ നല്ല കിളിമീനും കുറച്ച് അയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി അത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയായിട്ട്. ഇനിയിപ്പോൾ ഞാൻ ഓഫീസിൽ പോകാനുള്ള കാരണം എനിക്ക് മീൻ മണക്കുമെന്നും പറഞ്ഞിട്ട് ഞാൻ വെട്ടിത്തരാമെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ അമ്മച്ചത് സഹായിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് കഞ്ഞിക്കരി കിട്ടണം, ക്യാബേജ് വളർത്തണം, മീൻ വറുക്കണം, അങ്ങനെയാണ് പരിപാടികൾ. ഈ ഒരു ചോപ്പറുള്ളത് ഭയങ്കര ഉപകാരമാണ് കേട്ടോ. നമ്മൾക്ക് ഈ വെജിറ്റബിളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അതിനകത്തോട്ട് ഇട്ടോട്ട് 2 വലി വലിച്ച് കഴിഞ്ഞാൽ പറഞ്ഞ നേരം കൊണ്ട് കുനുകുനാന്ന് പറഞ്ഞുകൊണ്ട് അരിഞ്ഞ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ക്യാബേജൊക്കെ ഇതേപോലെ വെട്ടിയരിഞ്ഞിട്ട് ഞാനിങ്ങനെ കുനുകുന അരിഞ്ഞ് അത് മാറ്റി സവാള ഇത് 2 കഷ്ണം അതിനകത്തോട്ടിട്ട് ഒന്ന് വലിച്ച് ക്രഷ് ചെയ്തിട്ട് അതും ചേർത്തിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്യാബേജ് വളർത്താനുള്ള പരിപാടികളൊക്കെ ഏകദേശം സെറ്റാണ്. ചോറൊക്കെ വിസിലായിട്ട് കഴിഞ്ഞിട്ട് അത് വടപ്പത്ത് ഇങ്ങനെ കിടപ്പുണ്ടിട്ട്. ഇനിയിപ്പോൾ അതിൻ്റെ വിസിലും ആവിയൊക്കെ ഒന്ന് പോയി കഴിഞ്ഞിട്ട് അത് കൂറ്റിയെടുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് ഈ ക്യാബേജൊക്കെ ഒന്ന് ഒലത്തിയെടുക്കുക. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അമ്മച്ചി അവിടെ മീനൊക്കെ വെട്ടി വൃത്തിയാക്കി കഴുകി തരംതിരിച്ചൊക്കെ വെക്കേണ്ടിട്ട്, നാളെ വെക്കാനുള്ളത് മറ്റന്ന് വെക്കാനുള്ളതൊക്കെ ബോക്സിലൊക്കെ ആക്കി ഇങ്ങനെ വെക്കേണ്ടിട്ട്. അപ്പോൾ ഇന്നത്തൊക്കെ ഇത്തിരി വറുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് തന്നിട്ടുണ്ട്. അതൊന്ന് മഞ്ഞപ്പൊടി, മുളക് പൊടി, കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അതും വേഗം വെക്കാം. നമ്മുടെ ക്യാബേജ് വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ മുളകൊക്കെ ഒന്ന് പിടിച്ച് ഉപ്പൊക്കെ പിടിച്ച് സെറ്റായിട്ടുണ്ടാവും കേട്ടോ മീൻ. അപ്പോൾ ആ സൈഡിലൂടെ ഒതുക്കി വെച്ച് കഴിഞ്ഞിട്ട് ക്യാബേജ് ഒലത്തി കഴിഞ്ഞാൽ ആ പാത്രത്തിൽ തന്നെ നമ്മൾ മീനും വറുത്ത് ഉപ്പുമാവ് ഉണ്ടാക്കി ഇതേ ചോറൊക്കെ എടുത്ത് വെച്ച് ഇന്നത്തെ കലാപരിപാടികൾ എൻ്റെ ഏകദേശം സെറ്റാണ്, അവസാനിച്ചു. ഇനിയിപ്പോൾ ഓഫീസിൽ പോകണം. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഒന്ന് പോയി ഓഫീസിലിരുന്ന് കഴിയുമ്പോഴാണ് ഒരാശ്വാസം കേട്ടോ. അപ്പോൾ എല്ലാവർക്കുമുള്ള ചോറും കറിയൊക്കെ എടുത്ത് വെക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മൾ ചോറൊക്കെ ബാഗിലാക്കിയിട്ട് ദേ ഇറങ്ങിയേ. അപ്പോൾ എല്ലാവരും ഹാവ് എ നൈസ് ഡേ.